ഡോക്ടർ തന്നെ ഇഷ്ടമാണെന്നോ ഐ ലവ് യുന്നോ ഞാൻ സുന്ദരനാണെന്നോ ഡെയിലി ഓ ഗോഡ് പ്രപ്പോസ് ചെയ്തോ? വെൽ പ്രപ്പോസൽ ഒരു 3-4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ നടക്കുന്നല്ലേ കുട്ടി? സ്വപ്നത്തിലായിരിക്കും. എന്തായാലും എനിക്കിഷ്ടായി. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ നീ ഞാൻ കെട്ടിക്കോ കേട്ടാ. വലിയൊരു ഇഷ്ടം. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഞാനോ? ഹാപ്പി ബർത്ത്ഡേ അന്ന. ഹായ്. ഓ ഇതൊക്കെ എന്തിനാ കൊണ്ടുവന്നേ? വരാൻ പറ്റില്ലേ? അതാണ് അന്ന, എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എൻ്റെ ലൈഫും. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. മൈക്കിന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നെക്കുറിച്ച് നീ എന്തൊക്കെ മനസ്സിലാക്കാനിരിക്കുന്നു? എനിക്കിഷ്ടായില്ല. ജസ്റ്റ് അസൂയ. നിങ്ങളുടെ മാരേജിന് കണ്ടിരുന്നു. ഹായ് ഹായ്. ഒരു മിനിറ്റ്. കാര്യമാണ്. ഹേയ്. ഹായ്. ഇത് അറിയാം, ജെന്നിഫർ. Thank you. Will you marry me? Anna, will you marry me? എന്താ മൈക്കിൾ ഇങ്ങനെ നല്ലൊരു ദിവസം നശിപ്പിക്കാനായിട്ട്? നീ എന്തീ പറയണ? യു നോ വാട്ട്, ഞാനും വർഗീസും ഒരു വർഷമായിട്ട് റിലേഷനിലാണ്. വർഗീസ? യെസ്. അപ്പൊ നമ്മള് തമ്മിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്ത? മൈക്കിൾ എന്നെക്കാളും നല്ലൊരു പെണ്ണെ കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. അത് പിന്നെ തടിച്ച പോകുന്നേ. വർഗീസോ? ഇനി അജു വർഗീസ് എങ്ങനാണോ? ആരാ നമ്മള് വിചാരം? കഷ്ടകാലത്തിന് ആ സമയത്ത് കൊണ്ട് മോതിരം കൊടുക്കാൻ എൻ്റെ കാശും പോയില്ല ദൈവമേ. അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയതാ. സങ്കടമുണ്ടോ? സങ്കടം നല്ലതാ, കുറെ കഴിയുമ്പോ മാറിക്കോളും. അവളെന്നോട് പെണ്ണുങ്ങളെ പറ്റിക്കാന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം സെൻസ് എങ്കിലും വേണം. നോക്കിക്കോ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. അടിയിൽ പ്രപ്പോസ് ചെയ്യാനുള്ള 3-4 എണ്ണല്ലേ, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. കുറച്ച് കൂടണ്ടട്ടാ. നമുക്ക് വീട്ടിൽ പോവാം.